നമസ്കാരം. ഗ്രാമ്യ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. കണ്ടശാങ്കടവ് ജലോത്സവം നിന്നുപോകരുതെന്ന ജനങ്ങളുടെ ആവശ്യം ശക്തമാകുന്നു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഓണത്തിന് ജലോത്സവം സംഘടിപ്പിക്കാൻ സാധിച്ചില്ലെങ്കിലും നെഹ്റു ട്രോഫി പോലെ വൈകിയാലും പ്രൗഢിയോടെ തന്നെ വള്ളംകളി നടത്തണമെന്നാണ് ജലോത്സവ പ്രേമികളുടെയും നാട്ടുകാരുടെയും ആവശ്യം. നെഹ്റു ട്രോഫി പോലെ തന്നെ ജില്ലയിൽ പ്രധാനപ്പെട്ടതാണ് ചീഫ് മിനിസ്റ്റേഴ്സ് എവർ റോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള കണ്ടശാങ്കടവ് ജലോത്സവം സംഘടിപ്പിക്കാൻ മണലൂർ MLA മുരളി പെരുന്നെല്ലിയും റവന്യൂ മന്ത്രി K രാജനും തൃശൂർ MP സുരേഷ് ഗോപിയും മണലൂർ വാടാനപ്പള്ളി പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാരും അടിയന്തരമായി ഇടപെടണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. വയനാട് ദുരന്തത്തെ നാടൊന്നിച്ച് നേരിടുകയും ദുരിതബാധിതരെ ചേർത്തുപിടിക്കാൻ ഏവരും കൈകോർക്കുകയും ചെയ്തു. മറ്റ് ഉത്സവാഘോഷങ്ങൾ ഓണത്തിന് പതിവ് രീതിയിൽ നടത്തുന്നത് പോലെ കണ്ടശാങ്കടവ് ജലോത്സവം നടത്താൻ ഏവരും മുന്നോട്ട് വരണമെന്നാണ് ജലോത്സവ പ്രേമികളുടെ ആഗ്രഹം. കണ്ടശാങ്കടവ് ജലോത്സവം എത്ര വൈകിയാലും നടത്തണമെന്നും ജില്ലാ പഞ്ചായത്ത് യോഗങ്ങളിൽ ജലോത്സവത്തിന്റെ പഴയ ബാധ്യതയിലേക്ക് 3 ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞ തീരുമാനം പഞ്ചായത്ത് നടപ്പാക്കണമെന്നും മണലൂർ പഞ്ചായത്ത് അംഗമായ ടോണി അത്താണിക്കൽ ആവശ്യപ്പെട്ടു. തൃശൂരിന്റെ പ്രധാന ഉത്സവമായ കണ്ടശാങ്കടവ് ജലോത്സവം നിലനിർത്താൻ ആവുന്നത്ര ശ്രമിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത് പറഞ്ഞു. ജലോത്സവം നടത്തേണ്ടതില്ലെന്ന ഏകപക്ഷീയമായുള്ള ചിലരുടെ താൽപര്യമാണ് ജലോത്സവം മുടങ്ങിപ്പോകാൻ കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. ഓണാഘോഷത്തിലെ ലൈറ്റ് ആൻഡ് സൗണ്ട് ജോലി കഴിഞ്ഞ് വരികയായിരുന്ന യുവാവിന് ഗുണ്ടാക്രമണത്തിൽ പരിക്കേറ്റു. 19 വയസ്സുള്ള കിഴുപ്പുള്ളിക്കര പട്ടത്ത് ബിജുമോന്റെ മകൻ ജിഷ്ണുവിനാണ് പരിക്കേറ്റത്. ഞായറാഴ്ച രാത്രി 12-ന് കിഴുപ്പുള്ളിക്കര പടിഞ്ഞാറേ മനയുടെ സമീപത്ത് വെച്ചാണ് ജിഷ്ണുവിന് നേരെ ആക്രമണമുണ്ടായത്. ബൈക്കിൽ യാത്ര ചെയ്തു വരവെ പിന്തുടർന്ന് ഭീഷണിപ്പെടുത്തുകയും ഇരുമ്പ് വടികൊണ്ട് മർദ്ദിക്കുകയുമായിരുന്നു. വാഹനം തല്ലി തകർക്കുകയും ചെയ്തു. നിരവധി ക്രിമിനൽ ലഹരിക്കടത്ത് കേസുകളിലെയും ഹണി ട്രാപ്പ് കേസുകളിലെയും പ്രതിയായ കിഴുപ്പുള്ളിക്കര കല്ലിങ്ങൽ സൽമാനാണ് ആക്രമിച്ചതെന്ന് അന്തിക്കാട് പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു. പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ലഹരിക്കടിമയായ യുവാക്കൾ പലതവണ കിഴുപ്പുള്ളിക്കരയിൽ വീടുകൾ കയറി ആക്രമണം നടത്തിയിരുന്നു. മാരക രാസലഹരി മരുന്നുമായി മറ്റൊരു യുവാവും കഴിഞ്ഞ ദിവസം പിടിയിലായിരുന്നു. ലഹരി സംഘങ്ങളുടെ ശല്യം മൂലം ജനജീവിതം ദുസ്സഹമായ പ്രദേശത്ത് ഇവരെ പ്രതിരോധിക്കാനായി നാട്ടുകാരുടെ കൂട്ടായ്മയിൽ പോലീസിന്റെയും എക്സൈസിന്റെയും സഹകരണത്തോടെ ജനകീയ പ്രതിരോധ സമിതി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. 25 വർഷമായി ശരിയായ വിധത്തിൽ അറ്റകുറ്റപ്പണിയില്ലാതെ കിടക്കുന്ന അന്തിക്കാട് കല്ലിടവഴി റോഡിലെ വെള്ളക്കെട്ടിൽ വീണ് വീട്ടമ്മയ്ക്ക് സാരമായി പരിക്കേറ്റു. 63 വയസ്സുള്ള കൊടുങ്ങല്ലൂർ കാട്ടാക്കുളം തട്ടാൻപറമ്പിൽ ഷരീഫ അമ്മു സാഹിബിനാണ് പരിക്കേറ്റത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:30-യോടെയാണ് അപകടമുണ്ടായത്. അന്തിക്കാടുള്ള മകളുടെ വീട്ടിലേക്ക് വന്ന ഷരീഫ ചികിത്സയ്ക്കായി അന്തിക്കാട് ആശുപത്രിയിൽ പോയി പേരക്കുട്ടിയോടൊപ്പം മടങ്ങുന്നതിനിടെയാണ് അപകടമുണ്ടായത്. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം റോഡിലെ വലിയ കുഴിയിൽ കുരുങ്ങി വീഴുകയായിരുന്നു. റോഡിലേക്ക് തെറിച്ചു വീണ ഷെരീഫയുടെ മുഖത്തും കൈകാലുകൾക്കും പരിക്കേറ്റു. ചോരയിൽ കുളിച്ചു കിടന്ന ഇവരെ സമീപത്തുള്ള മാണിക്യത്ത് വിജയകുമാർ പുത്തൻപിടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മദർ ആശുപത്രിയിലേക്ക് മാറ്റി. തകർന്നു കിടക്കുന്ന അന്തിക്കാട് ആശുപത്രി റോഡിലെ കുഴിയിൽ വീണ് കഴിഞ്ഞ ദിവസം 2 പേർക്ക് പരിക്കേറ്റിരുന്നു. അറ്റകുറ്റപ്പണികൾ യഥാസമയം ചെയ്യാത്തതുമൂലം അന്തിക്കാട് പഞ്ചായത്തിലെ ഒട്ടുമിക്ക റോഡുകളും യാത്രായോഗ്യമല്ലാതെ കിടക്കുകയാണ്. പ്രതിഷേധം ശക്തമാകുമ്പോൾ റോഡിലെ കുഴികളിലിട്ട പാറമട മാലിന്യവും വലിയ കല്ലുകളുമാണ് ഇപ്പോൾ അപകട ഭീഷണിയായിരിക്കുന്നത്. വാടാനപ്പള്ളി ആശാൻ റോഡ് പരിസരത്ത് ബൈക്കും മിനി ലോറിയും കൂട്ടിയിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. വാടാനപ്പള്ളി ഏഴാംകല്ല് സ്വദേശി മഞ്ഞിപ്പറമ്പിൽ പവിത്രൻ മകൻ സജിത്താണ് മരിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് അപകടമുണ്ടായത്. ഗുരുതര പരിക്കേറ്റ സജിത്ത് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഭാര്യ അശ്വതി, അമ്മ ലളിത, സഹോദരങ്ങൾ ശ്രീജിത്ത്, ശരത്ത്. സംസ്കാരം ചൊവ്വാഴ്ച വൈകിട്ട് 4-ന്. വലപ്പാട് പുത്തൻപള്ളിയിലെ നബിദിനാഘോഷത്തിന്റെ ഭാഗമായി ആൺകുട്ടികളുടെ കലാപരിപാടികൾ ഉസ്താദ് മുഹമ്മദ് ദാരിമയുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ചു. ഖത്തീബ് അബ്ദു സമദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. VK സുലൈമാൻ ഹാജി അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി PI നസീർ, ട്രഷറർ PS ഷഹീർ, കമ്മിറ്റി അംഗങ്ങളായ NM ഷരീഫ്, PM മുഹമ്മദ്, KK ഹനീഫ, KP മുഹമ്മദ് അലി, CK ഷംസുദ്ദീൻ, TM സക്കീർ, PY ഷെരീഫ്, PA നിഷാദ്, PA ഷാജഹാൻ, KA അയ്യൂബ് എന്നിവർ പങ്കെടുത്തു.
ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.